നമസ്കാരം. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ഒന്നാണ് ഹിന്ദുക്കൾ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 52 ലക്ഷം ഹിന്ദുക്കൾ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഇത് മൊത്തം ജനസംഖ്യയുടെ 2.17% വരും. സിന്ധ് പ്രവിശ്യയിലാണ് ഭൂരിഭാഗം ഹിന്ദുക്കളും വസിക്കുന്നത്. ചരിത്രപരമായി വിഭജനകാലത്ത് വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കുടിയേറി. എങ്കിലും പാകിസ്ഥാനിൽ അവശേഷിച്ച ഹിന്ദുക്കൾക്ക് പലപ്പോഴും സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനങ്ങൾ, പ്രത്യേകിച്ചും യുവതികളെ ലക്ഷ്യമിട്ടുള്ളവ, ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, പൊതുമേഖലയിലെ പ്രാതിനിധ്യക്കുറവ് എന്നിവയൊക്കെ ഹിന്ദു സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലികളിലും ഇപ്പോൾ അവർക്ക് പേരിനെങ്കിലും ചെറിയൊരു സംവരണം ലഭിക്കുന്നുണ്ട്. പാക് സൈന്യം മതേതര സൈന്യമായി കണക്കാക്കപ്പെടുന്നില്ല എങ്കിലും 200-ലധികം ഹിന്ദുക്കൾ വിവിധ റാങ്കുകളിൽ സേവനം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖറാജ ആസിഫ് പാർലമെന്റിൽ നൽകിയ വിവരമനുസരിച്ച് 200-ലധികം ഹിന്ദുക്കൾ പാക് സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈന്യത്തിലെ അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. പാക് സൈന്യത്തിൽ ഹിന്ദു സൈനികരുടെയും ഓഫീസർമാരുടെയും എണ്ണം കുറവാകാൻ പല കാരണങ്ങളുമുണ്ട്. ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹം നേരിടുന്ന മതപരമായ വിവേചനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കൂടാതെ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിലെ ബുദ്ധിമുട്ടുകളും ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായ പരിമിതമായ അവസരങ്ങളും ഈ കുറവിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. 2000-ന് മുൻപ് വരെ ഹിന്ദുക്കൾക്ക് പാക് സൈന്യത്തിൽ ചേരുവാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന വലിയ പരിഷ്കാരങ്ങളിലൂടെയാണ് ഈ സമൂഹം സായുധ സേനയിൽ ചേരുവാനുള്ള അവകാശം നേടിയെടുത്തത്. പാക് സൈന്യത്തിലെ പ്രമുഖരായ ഹിന്ദു ഓഫീസർമാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ ഡാനിഷ്. പാക് സൈന്യത്തിൽ ചേരാൻ ഹിന്ദുക്കൾക്ക് അനുമതി ലഭിച്ച് ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം 2006-ൽ ക്യാപ്റ്റൻ ഡാനിഷ് രാജ്യത്തിൻ്റെ സൈനിക ചരിത്രത്തിലെ ആദ്യ ഹിന്ദു ഓഫീസറായി സ്ഥാനക്കയറ്റം നേടുകയായിരുന്നു. മേജർ ഡോക്ടർ കൈലാഷ് കുമാറും മേജർ ഡോക്ടർ അനിൽ കുമാറും 2022-ൽ മേജർ ഡോക്ടർ കൈലാഷ് കുമാറും മേജർ ഡോക്ടർ അനിൽ കുമാറും ലഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പാക് സൈന്യത്തിലെ ഉയർന്ന റാങ്കുകളിലേക്ക് പിന്നീട് ഏതാനും ഹിന്ദുക്കളും കാലക്രമേണ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.